പച്ചക്കറി ചെടികളിൽ കുറച്ചെണ്ണം കാലാവധി കഴിഞ്ഞതിനാൽ അവയെ ഒഴിവാക്കി പുതിയ തൈകൾ നടാനാണ് ഇന്ന് ടെറസിലേക്ക് കയറിയത്. അതിനായി കുറച്ച് ഹൈബ്രിഡ് വെണ്ടയുടെയും അമരയുടെയും മുളകിൻ്റെയൊക്കെ കുറച്ച് തൈകൾ ഞാൻ വാങ്ങിയിരുന്നു. തൈകൾ നടുന്നതിനായിട്ട് തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ഈ ചെറിയ ഡ്രമ്മുകളിൽ നിറച്ചു വെച്ചിട്ട് ഒരാഴ്ചയായി. സമയക്കുറവ് മൂലമാണ് നടാൻ ഒരല്പം താമസിച്ചത്. 20 ലിറ്ററിൻ്റെ ഇതുപോലുള്ള ചെറിയ ഡ്രമ്മിലും ചട്ടികളിലുമാണ് ഞാൻ സാധാരണയായിട്ട് പച്ചക്കറികളെല്ലാം നടുന്നത്. ഡ്രമ്മിനകത്തെ പോട്ടിംഗ് മിശ്രിതം കുറച്ചൊന്ന് മാറ്റിയ ശേഷം നടാനുള്ള വെണ്ടത്തൈ കയ്യിലെടുത്തു. പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് തൈ പുറത്തെടുക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തുന്നത് തൈയോടൊപ്പമുള്ള മണ്ണ് ഇളകാതെ ഇരിക്കുന്നതിന് സഹായിക്കും. ഇനി ഈ കവറിൻ്റെ 2 വശവും ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച ശേഷം മണ്ണിന് ഇളക്കം വരാതെ തൈ കവറിൽ നിന്ന് പുറത്തെടുത്ത് ഡ്രമ്മിലേക്ക് വയ്ക്കാം. ഇനി നടുന്നത് അമരച്ചെടികളാണ്. കുറച്ച് വിസ്താരമുള്ള ഡ്രം ആയതുകൊണ്ട് തന്നെ 2 അമരച്ചെടികൾ നമുക്ക് ഒരു ഡ്രമ്മിൽ നടുന്നത് കൊണ്ട് അവയുടെ വളർച്ചയിൽ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല. അമരച്ചെടികൾ കുറച്ചൊന്ന് വളരുമ്പോൾ തന്നെ ചെറിയ കമ്പോ പൈപ്പോ ഒക്കെ ഉപയോഗിച്ച് ഊന്ന് കൊടുക്കേണ്ടതുണ്ട്. തൈകളെല്ലാം ഡ്രമ്മിൽ നട്ട് വെള്ളമൊഴിച്ചതോടെ തൈ നടുന്നതുമായി ബന്ധപ്പെട്ട ജോലികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ടെറസിൽ പാകമായി നിൽക്കുന്ന പച്ചക്കറികൾ വിളവെടുക്കാം. എൻ്റെ വെള്ളക്കാന്താരിയിലും പച്ചമുളകിൻ്റെ ചെടിയിലും പാകമായ കുറച്ച് മുളകുകൾ നിൽപ്പുണ്ട്. 2-3 ദിവസത്തേക്കുള്ള മുളകുകൾ ഇന്ന് വിളവെടുത്തു. അതോടൊപ്പം ചെറുതാണെങ്കിലും ഒരു ക്യാപ്സിക്കവും കൂടി പറിച്ചെടുത്തു. ആനക്കൊമ്പൻ വെണ്ടയിൽ പാകമായി 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നതും ഇന്ന് വിളവെടുക്കാൻ കഴിഞ്ഞു. വലിയ വലിപ്പമൊന്നും ഉള്ളതല്ലെങ്കിലും പഴുത്തു നിന്ന 2-3 തക്കാളിയും ഇന്ന് കിട്ടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.